കാനഡയിൽ ഭാര്യയ്ക്ക് രാസവസ്തു നൽകി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ വിചാരണ എറണാകുളം CBI കോടതിയിൽ ആരംഭിച്ചു. ഗുരുതരമായി പരിക്കേറ്റ് നാട്ടിലെത്തിയ ചോറ്റാനിക്കര സ്വദേശിനി ശ്രുതി ഇപ്പോഴും ചികിത്സയിലാണ്. ഡ്രെയിനേജ് പൈപ്പുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തു ഭാര്യയുടെ വായിൽ ഒഴിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് കേസ്. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നു. നിഷ, കാനഡയിലുണ്ടായ സംഭവമാണ്. ഭാര്യയെ കൊലപ്പെടുത്താനുള്ള ശ്രമം. ഈ യുവതി ഇപ്പോൾ നാട്ടിൽ ചികിത്സയിലാണ്. കേസ് എറണാകുളം CBI കോടതിയുടെ പരിഗണനയിലാണ്. കൂടുതൽ വിവരങ്ങൾ നിഷ ദിലീപ്. വിനോദ്, ചോറ്റാനിക്കര സ്വദേശിയായ ശ്രുതിയാണ് ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നത്. ശ്രുതിയുടെ ഭർത്താവ് കൊടുങ്ങല്ലൂർ സ്വദേശി ശ്രീകാന്ത് മേനോനും മാതാപിതാക്കളുമാണ് ഈ കേസിലെ പ്രതികൾ. 2022 CBI എറണാകുളം CJM കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച കേസിന്റെ വിചാരണയാണ് CBI കോടതിയിൽ ആരംഭിച്ചിരിക്കുന്നത്. 2018 ശ്രുതിയുടെയും ശ്രീകാന്തിന്റെയും വിവാഹം. ശ്രുതി ചോറ്റാനിക്കര സ്വദേശിയും ശ്രീകാന്ത് കൊടുങ്ങല്ലൂർ സ്വദേശിയുമായിരുന്നു. 2018 ഇവരുടെ വിവാഹം. 2020 ശ്രുതി ശ്രീകാന്തിനൊപ്പം കാനഡയിലേക്ക് പോയി. അവിടെ വെച്ച് ശ്രുതിക്ക് ഭർത്താവിൽ നിന്നും ഗുരുതരമായ പീഡനങ്ങളാണ് ഏൽക്കേണ്ടി വന്നത്. ഡ്രെയിനേജ് പൈപ്പിലെ മാലിന്യം കളയാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ശ്രീകാന്ത് ശ്രുതിയുടെ വായിൽ ഒഴിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് കേസ്. ചോറ്റാനിക്കര പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പിന്നീട് ഹൈക്കോടതി കേസ് ഏറ്റെടുക്കാൻ CBIക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. എന്തായാലും കാനഡയിൽ വെച്ച് തനിക്ക് ഗുരുതരമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. ലഹരിക്കടിമയായ ഭർത്താവ് ശ്രീകാന്ത് മേനോൻ തന്നെ ഇത്തരത്തിൽ ഡ്രെയിനേജ് പൈപ്പുകളിലെ മാലിന്യം കളയാൻ ഉപയോഗിക്കുന്ന രാസവസ്തു കുടിപ്പിച്ച് വായിലൊഴിച്ച് കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് ശ്രുതി ചോറ്റാനിക്കര പോലീസിന് എഴുതി നൽകുകയായിരുന്നു. ഇപ്പോഴും ശ്രുതി അന്ന് ആ ഒരു സംഭവത്തിൽ ആ രാസവസ്തു കുടിച്ചതിനെ തുടർന്ന് ശ്രുതിയുടെ അന്നനാളവും അന്നനാളവും ഒക്കെ തന്നെ കരിഞ്ഞു പോയിരുന്നു. ഇപ്പോഴും അതൊന്നും പൂർണ്ണമായും ശ്രുതി അതിൽ നിന്നും മുക്തയായിട്ടില്ല. ഇപ്പോഴും സംസാര ശേഷിയൊന്നും പൂർണ്ണമായും വീണ്ടെടുത്തിട്ടില്ല. അങ്ങനെ ശ്രുതി തനിക്ക് അനുഭവിക്കേണ്ടി വന്ന ക്രൂര പീഡനങ്ങളൊക്കെ ചോറ്റാനിക്കര പോലീസിന് എഴുതി നൽകി. എന്തായാലും ഈ കേസിന്റെ വിചാരണയാണ് എറണാകുളം CBI കോടതിയിൽ ആരംഭിച്ചിരിക്കുന്നത്. പോലീസ് കേസെടുത്ത് അതിനുശേഷം കാനഡയിലേക്ക് കടക്കാൻ ശ്രമിച്ച ശ്രീകാന്ത് മേനോനെ വിമാനത്തിൽ വെച്ചാണ് CBI അറസ്റ്റ് ചെയ്യുന്നത്. വിനോദ്, അതെ, കാനഡയിലാണ് ഇത്തരത്തിൽ ഭാര്യയെ ക്രൂരമായി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ് ഇപ്പോൾ എറണാകുളം CBI കോടതിയുടെ പരിഗണനയിലുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും നിഷ ദിലീപ്.